നെഗറ്റിവിറ്റി മാനിഫെസ്റ്റേഷൻ എഫക്റ്റീവ് പറഞ്ഞുതരാം. ആക്ച്വലി നെഗറ്റിവിറ്റി മാനിഫെസ്റ്റേഷൻ എഫക്റ്റീവ് ഏത് പോയിന്റാന്ന് വെച്ചാൽ, ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിൽ വന്നാൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. നമുക്ക് ഈ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് പോസിറ്റീവ് തോട്ട് പോലെ തന്നെ ഒരു ഇതാണ് നെഗറ്റീവ് തോട്ട്. നമ്മൾ ആക്ച്വലി നെഗറ്റീവ് തോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഒരിക്കലും അതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അയ്യോ വരില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ച് അതിനെ സപ്രസ് ചെയ്യാൻ നോക്കരുത്. നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതൊരു തോട്ടാണ് എന്ന് മാത്രം ആക്സെപ്റ്റ് ചെയ്ത് അതിന്റെ മൈൻഡിൽ കാണുന്നോട്ടെ, അതിന്റെ ഒരു തോട്ടാണ്, അത് വന്ന് പോയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ വേണം നമ്മൾ എപ്പോഴും ഒരു തോട്ടിനെ കാണാനായിട്ട്, ഒരു നെഗറ്റീവ് തോട്ടിനെ കാണാനായിട്ട്. നമ്മൾ പക്ഷെ അതിനെ ഒരു തോട്ട് വരുമ്പോൾ അത് ആലോചിച്ച് അതിന് എനർജി ഇട്ട് നമ്മൾ അങ്ങനെ പറ്റുമോ എന്ന് പറയുന്നത് നമ്മൾ ആ തോട്ടിനെ റിപ്പീറ്റഡ് ആയിട്ട് ആലോചിച്ച് അതിന് എനർജി കൊടുത്തു കഴിയുമ്പോൾ അതൊരു നെഗറ്റീവ് എൻറ്റിറ്റി ആയിട്ട് മാറും. ഓക്കെ, ആ എൻറ്റിറ്റി ആണ് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേജസ് ഉണ്ടാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എഫക്ട് ചെയ്യില്ല, നിങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായാലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകും. നെഗറ്റീവും പോസിറ്റിവിറ്റി തോട്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. നമുക്ക് അതിൽ ഒന്നും ചെയ്യാനില്ല. അതങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ. എല്ലാ എത്ര പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് നെഗറ്റീവ് വരും. അവരിങ്ങനെ അതിനെ ടൈം ചെയ്യും. ഓക്കെ, നെഗറ്റീവ് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഓക്കെ നെഗറ്റീവ് തോട്ട് വരുമ്പോ അതിന് സ്പേസ് കൊടുക്കുക. ഓക്കെ, എനിക്കറിയാം ഇറ്റ്സ് ജസ്റ്റ് എ തോട്ട്, ലെറ്റ് ഇറ്റ് കം, സ്റ്റേ ആൻഡ് ഗോ എന്നുള്ളൊരു മനസ്സിൽ പറയാം. വന്നോട്ടെ നിന്നോട്ടെ പോയിക്കോട്ടെ, ഒരു തോട്ടല്ലേ, ഒരു നെഗറ്റീവ് തോട്ടല്ലേ, കുഴപ്പമില്ല, ഐ എം ആക്സെപ്റ്റിംഗ് ഇറ്റ്. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ റെഡി അല്ല, അത് നിന്നോട്ടെ, മൈൻഡിൽ അത് തോട്ട എങ്ങനെയാണ് ആ തോട്ട് നിൽക്കണം അതേപോലെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ തോട്ടൊക്കെ എന്താവും, നിങ്ങൾക്ക് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ബോധർ ചെയ്തൊരിക്കില്ല, അത് വരുന്ന നിന്ന് പോയിക്കോളും. നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളുടെ ഒരു കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവും നിങ്ങൾ വൺസ് ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കമന്റിൽ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക.